Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര ഫോർമുല വരെ നോക്കിയത്? 21 വരെ. 21 വരെ. Beginners patient ratio വരെ അല്ലേ? അത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? Yes, ma'am. Okay, next നമ്മള് 22 ആണ് കേട്ടോ. 22 ഏതാ? വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. അല്ലെ, നമ്മള് ഹോസ്പിറ്റലിൽ പോകുമ്പോ കൺസൾട്ടേഷന് വേണ്ടി ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ടോ? നിങ്ങൾ പോകുമ്പോ വരാറുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നല്ല ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ എന്താണ്, നല്ല ക്വാളിറ്റിയുടെ സർവീസിന്റെ ഭാഗമാണ് ഒരുപാട് സമയം വെയിറ്റിംഗ് ടൈം കൊടുക്കുക എന്ന് പറയുന്നത്? അല്ല അല്ലെ. അപ്പൊ ഒരുപാട് സമയം നമ്മൾ വെയിറ്റിംഗ് ചെയ്ത് കൊടുക്കരുത്. അവർക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അവർക്ക് ആവശ്യമായ സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ക്വാളിറ്റിയുടെ ഭാഗമാണ് അല്ലെ. ഇവിടെ എത്രത്തോളം സമയം വരുന്ന പേഷ്യൻസിനെ കൺസൾട്ടേഷന് വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ, വെയിറ്റിംഗ് ടൈം is the length. Waiting time is the length of time which one should wait in order for a specific action to happen. After that, action is called for or mandated. എന്താ ഒരു വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്? അവിടെ എന്താണ്, ഒരു ലെങ്ത് ഓഫ് ടൈം ആണ് അല്ലെ, ഒരു സമയമാണ്. ആ ഒരു സമയത്തിന്റെ ലെങ്ത് ഓഫ് ടൈം ആണ് which should wait in order for a specific action to happen. After that, action is called for or mandated. എന്താ, ഇപ്പൊ നമ്മൾ വെയിറ്റിംഗ് ടൈമിന് വേണ്ടി, ഇപ്പൊ നമ്മൾ ഒരു കൺസൾട്ടേഷന് വേണ്ടി ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു കൺസൾട്ടേഷന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പോയി, നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടി? നമ്മൾ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി നടക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ആ ഒരു പ്രത്യേക പ്രവൃത്തി നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെങ്ത് ഓഫ് ടൈമിനെയാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. Then okay, waiting time for outpatient consultation is the time from which the patient has come to the respected outpatient department. It may or may not be the same time as registration till the time that the respected consultant, not the junior doctor or resident, begins the assessment. In the വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള വെയിറ്റിംഗ് ടൈം ആണ് ഇവിടെ പറയുന്നത്. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? ഫ്രം വിച്ച് ദ പേഷ്യന്റ് ഹാസ് കം ടു ദ റെസ്പെക്റ്റഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ പേഷ്യന്റ് എത്തുന്ന സമയം മുതലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയം നോക്കുന്ന ആ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടി എത്തുന്ന സമയം മുതൽ. ചിലപ്പോ രജിസ്ട്രേഷൻ സമയം ഉൾപ്പെടാം, ചിലപ്പോൾ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തവരാണെങ്കിൽ അല്ലാതെയുമാവും. അപ്പൊ അവരെന്താണ്, ആ ഒരു കൺസൾട്ടേഷന് വേണ്ടി ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന സമയം മുതലാണ് അവിടെ ആ ഒരു വെയിറ്റിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ആ എത്തുന്ന സമയം മുതൽ till the time that the respected consultant, അതായത് ഒരു ജൂനിയർ ഡോക്ടറും റെസിഡന്റ് ഡോക്ടറും ആയിരിക്കില്ല, ഒരു സീനിയർ ആയിട്ടുള്ള ഡോക്ടർ. ആരാണ് ആ ഡോക്ടർ? നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോകുന്നത് ഏത് ഡോക്ടറെയാണോ ആ ഡോക്ടർ, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള കൺസൾട്ടന്റ് അല്ലെങ്കിൽ ആ ഡോക്ടർ ബിഗിൻസ് ദ അസസ്മെന്റ്. ആ ഒരു പേഷ്യന്റിനെ വിലയിരുത്തുന്നത് ആരംഭിക്കുക, ഒരു അസസ്മെന്റ് നടത്തണം അല്ലെ, അത് ആരംഭിക്കുന്ന വരെയുള്ള സമയമാണ് എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് ഓഫ് ടൈമിനെയാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും ആ ഒരു പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടി ആ ഒരു ഔട്ട് പേഷ്യന്റിലേക്ക് എത്തുന്ന സമയം മുതല് ആ ഒരു ഡോക്ടർ, ഏത് ഡോക്ടറെയാണ് അവർ കാണാൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കൺസൾട്ടന്റിനെയാണ് അവർ കാണാനാണ് വന്നിരിക്കുന്നത്, ആ ഒരു ഡോക്ടർ അവരെ പ്രാഥമികമായി വിലയിരുത്താൻ ആരംഭിക്കുന്നത് വരെയുള്ള സമയത്തെ ആ ലെങ്ത് ഓഫ് ടൈമിനെയാണ് വെയിറ്റിംഗ് ടൈം ഫോർ outpatient consultation എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് വെയിറ്റിംഗ് ടൈം ഫോർ outpatient consultation. ആ ഒരു ടൈം മനസ്സിലായോ? ഓക്കെ, then ഇനി ഫോർമുല നോക്കി. സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ. അവിടെ കൺസൾട്ടേഷന് വേണ്ടി പേഷ്യൻസിന് വേണ്ടി എടുത്ത സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ
ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. എത്ര നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ് ആണ് അവിടെ? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ് ആണ് അവിടെ ഉണ്ടായിരുന്ന ഔട്ട് പേഷ്യൻസിന്റെ ആകെ നമ്പർ. അതിൽ എത്ര സമയം അവരുടെ കൺസൾട്ടേഷന് വേണ്ടി എത്ര സമയം ആകെ എടുത്തു, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ. കൺസൾട്ടേഷന് വേണ്ടി എന്താണ് ആ ഒരു പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടി വന്നാൽ എത്ര സമയമാണ് അവിടെ എടുത്ത സമയത്തിന്റെ ആകെ തുകയാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. അവിടെയുള്ള ഔട്ട് പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പറിനെ വെച്ചത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റ് കിട്ടും. കിട്ടിയോ? 22 ക്ലിയർ ആണോ? ഓക്കെ, 23 നോക്കിയേ. ആ ഒരു 3 എണ്ണം ഒരുപോലെ തന്നെയാണ് കേട്ടോ, കുറച്ച് റിലേറ്റഡ് ആയിട്ട്. ഒന്നുകൂടി പറയണോ? വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 23 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 23 ഇമ്പോർട്ടന്റ് ആണ്. 22 കിട്ടാത്തവരൊന്ന് ശ്രദ്ധിച്ചേ. 22 എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന്, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ നമ്മൾ കൺസൾട്ടേഷന് പോവാറില്ലേ, അപ്പൊ അവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി കുറെ നേരം നമുക്ക് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ലേ? ആ ഒരു വെയിറ്റിംഗ് ടൈമിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട്. അപ്പൊ വെയിറ്റിംഗ് ടൈം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന സമയം മുതല് എപ്പോഴാണ് എവിടെ വരെയുള്ള സമയം ആ ഒരു പേഷ്യന്റിനെ ആ ഡോക്ടർ ബിഗിൻസ് എന്താ അസസ്മെന്റ് ആദ്യമായിട്ട് ഒരു പ്രാഥമികമായിട്ട് വിലയിരുത്തൽ ആരംഭിക്കുന്നത് വരെയുള്ള ആ ഒരു ലെങ്ത് ഓഫ് ടൈമിനെയാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുലയാണ് സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ. കൺസൾട്ടേഷന് വേണ്ടി പേഷ്യൻസിന്റെ കൺസൾട്ടേഷന് വേണ്ടി എടുത്ത സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. ഔട്ട് പേഷ്യൻസിന്റെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടിയോ അനില? ഓക്കെ, 23 നോക്കി. 23 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കിയേ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. അത് മൂന്നും നമുക്ക് റിലേറ്റ് ചെയ്ത് ഇപ്പൊ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ പറഞ്ഞ പോലെ തന്നെയാണ് ഡയഗ്നോസ്റ്റിക് ആണെങ്കിലും അത് കഴിഞ്ഞ് വരുന്ന ഡിസ്ചാർജ് ആണെങ്കിലും കേട്ടോ. ഇച്ചിരി കണക്ട് ചെയ്തിരിക്കാൻ പറ്റുന്ന കാര്യമാണ്. നോക്കിയേ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്. നമ്മളിപ്പോ ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടി ഇപ്പൊ ഒരു ലാബിലാവാം അല്ലെങ്കിൽ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോകുമ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ലേ? നമ്മൾ ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനിരിക്കുന്നത് പോലെ തന്നെ ആ ഒരു ലാബ് ടെസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ചെന്ന് ചിലപ്പോൾ ഒരു എക്സ്റേക്കോ സ്കാനിങ്ങിനോ വേണ്ടി ചെന്ന് നമ്മൾ ഉടനെ അങ്ങോട്ട് കയറ്റോ കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ലേ? അവരുടെ ആ ഒരു വിളി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ടോക്കൺ നമ്പർ അനുസരിച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ലേ? അത് തന്നെയാ ഇവിടെയും പറയുന്നത് കേട്ടോ. നോക്കിയേ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക് എന്താണ്? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ഈസ് ദ ടൈം from which the patient has come to the diagnostic service. എന്താണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്? ആ ഒരു സമയം എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫ്രം ദ പേഷ്യന്റ് ഹാസ് കം ടു ദ ഡയഗ്നോസ്റ്റിക് സർവീസ്. ആ ഒരു ഡയഗ്നോസ്റ്റിക് സർവീസിലേക്ക് ആ പേഷ്യന്റ് എത്തുന്ന സമയം മുതലാണ്. അതായത് റിക്വസിഷൻ ഫോം ഹാസ് ബീൻ പ്രസന്റഡ് ടു ദ കൗണ്ടർ. നിങ്ങൾ ചെല്ലുമ്പോ അങ്ങനെയല്ലേ ഇപ്പൊ ഒരു എക്സ്റേ എടുക്കാൻ അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലാബ് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ഡോക്ടറുടെ ഒരു റിക്വസ്റ്റ് ഫോം ഉണ്ടാവില്ലേ? ഡോക്ടർ എഴുതി നൽകുന്ന ഒരു ഷീറ്റ് ഉണ്ടാവില്ലേ നിങ്ങളുടെ കയ്യില്? അല്ലാന്ന് വെച്ചാൽ നമുക്ക് ഇത് ചെയ്തു തരും അവര് ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു റിക്വസ്റ്റഡ് ഫോം എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കണ്ട്? നമ്മള് അവിടുത്തെ ആ ഒരു കൗണ്ടറിൽ കൊടുക്കാറില്ലേ? ഇല്ലേ? ആ കൗണ്ടറിൽ കൊടുത്ത് അവരതിനനുസരിച്ച് നമുക്ക് ടോക്കൺ നമ്പർ ഇട്ടാണ് നമ്മൾ വിളിക്കുക അല്ലെ? ഒരുപാട് നമ്മൾ മാത്രമുള്ളെങ്കിൽ നമ്മൾ നേരെ അങ്ങനെ കയറ്റും. അതേസമയം വേറെ ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം വന്നവരുടെ അനുസരിച്ച് നമ്മളെ അതിനനുസരിച്ച് വെയിറ്റ് ചെയ്യാൻ പറയും അല്ലെ? അപ്പൊ നോക്കിയേ, അപ്പൊ ആ ഒരു റിക്വസ്റ്റ് ഫോം അവിടെ കൗണ്ടറിൽ കൊടുക്കുന്ന ആ ഒരു സമയം മുതൽ എവിടെ വരെയാ? till the time that the test is started. ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആരംഭിക്കുന്ന സമയം വരെയുള്ള ആ ഒരു ലെങ്ത് ഓഫ് ടൈമിനെയാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. വെയിറ്റിംഗ് ടൈം ഓഫ് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലെങ്ത് ഓഫ് ടൈം ആണ്. എവിടെ മുതൽ എവിടെ വരെയുള്ള ടൈമാണ്? ആ ഒരു ഡയഗ്നോസ്റ്റിക് സർവീസിന് വേണ്ടി ആ പേഷ്യന്റ് അവിടെ എത്തുന്ന സമയം മുതൽ അല്ലെങ്കിലോ ആ ഒരു കൗണ്ടറിലേക്ക് ആ സർവീസിന് ആവശ്യമായ റിക്വസിഷൻ ഫോം അവർക്ക് കൗണ്ടറിൽ കൊടുക്കുന്ന സമയം മുതൽ എവിടെ വരെയാണ്? ആ ഒരു ടെസ്റ്റ് നമുക്ക് ആരംഭിക്കുന്നത് വരെയുള്ള ആ ഒരു ലെങ്ത് ഓഫ് ടൈമിനെയാണ്
വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്താന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി ആ ഫോർമുല നോക്കിയേ. സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ്, അതിലൊരു ചെറിയ വ്യത്യാസം വരുത്തുക കേട്ടോ നിങ്ങള്. നോക്കിയേ, ആ ഒരു ന്യൂമറേറ്റർ ഒന്ന് മാറ്റിയേ. സം ഓഫ് ടൈം taken for diagnosis. Sum of time taken for diagnosis. Sum of time taken for diagnosis. Video. Sum of time taken for diagnosis. Then divided by number of patients reported in diagnosis. എന്താണ് അവിടെ? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസിസ്, ആ ഒരു ഡയഗ്നോസിസിന് വേണ്ടി എടുക്കുന്ന സമയത്തിന്റെ ആകെ തുക, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ നോക്കി നിങ്ങൾ സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ, അവിടെ കൺസൾട്ടേഷന് വേണ്ടി എടുക്കുന്ന സമയത്തിന്റെ ആകെ തുകയായിരുന്നു. ഇപ്പൊ ഡയഗ്നോസ്റ്റിക്കിൽ വരുമ്പോഴോ ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ട് എടുക്കുന്ന അല്ലെ, ഡയഗ്നോസ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ number of patients reported in diagnostics. Our ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന്റെ ആകെ എണ്ണം. രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചൂടെ? ഓക്കെ അല്ലേ? നോക്കിയേ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് ആണെങ്കിലും ഇവിടെ വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആണെങ്കിലും അവിടെ മുകളിൽ വരുന്ന ന്യൂമറേറ്ററിൽ വരുന്നത് എന്താ? സം ഓഫ് ടൈം ആണ്. എത്ര സമയം കൺസൾട്ടേഷന് വേണ്ടി എടുത്ത ആകെ സമയത്തിന്റെ ആകെ തുക അല്ലെ, ടോട്ടൽ ടൈം ആണ്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്കിൽ വരുമ്പോഴും അവിടെ എന്താ? സം ടോട്ടൽ ആണ്. അവിടുത്തെ ആ ഒരു എത്ര സമയമാണ് ഡയഗ്നോസിന് വേണ്ടിയിട്ട് എടുത്ത സമയത്തിന്റെ ആകെ തുക. ഡിനോമിനേറ്ററിൽ എന്താ വരാ? നമ്പർ ഓഫ് പേഷ്യൻസ് എന്താ റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ട് എത്ര ആളുകളാണെങ്കിൽ എത്ര പേഷ്യൻസ് ആണോ അവിടെ റിപ്പോർട്ട് ചെയ്തത് അവരുടെ ആകെ എണ്ണം. ക്ലിയർ ആണോ? 23 ഓക്കെ ആണോ? ഓക്കെ. ദെൻ 24 നോക്കിയേ, അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. 24 ആ ഒരു പേജിൽ നോട്ട് ചെയ്യണത് ഒരുമിച്ച് മിസ് പറയാം. 24 മാത്രമേ ഉള്ളൂ കേട്ടോ. 24 ബാക്കിയൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ലാസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. ആ ഒരു 32 എണ്ണം കഴിഞ്ഞ് കഴിയുമ്പോ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാടാ നമുക്ക്. ഓക്കെ, നോക്കി 24 നോക്കി. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് വേണ്ടി എടുക്കുന്ന സമയം അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്നു, നമുക്ക് അഡ്മിറ്റ് ആയിരുന്നു, അഡ്മിറ്റ് ആയി നമുക്ക് സുഖമായി, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടേഴ്സ് ഡിസ്ചാർജ് ചെയ്ത് തരും അല്ലെ. അപ്പൊ ആ ഒരു ഡിസ്ചാർജ് ടൈം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരുപാട് സമയം എടുക്കാറുണ്ടോ? ഒരുപാട് സമയം എടുക്കും അല്ലെ. ചിലപ്പോ രാവിലെ റൗണ്ട്സിന് ഡോക്ടർ വന്നപ്പോഴായിരിക്കും നമുക്ക് ഡിസ്ചാർജ് ചെയ്തുന്നത് അല്ലെ. എന്നാൽ പോലും ആ പ്രൊസീജിയർ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോ വൈകിട്ടാവും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോ അല്ലെ. അപ്പൊ അത്രയും സമയം ശരിക്കും അവിടെ എടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? നല്ലൊരു ക്വാളിറ്റി സർവീസിന്റെ ഭാഗമല്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാ. അങ്ങനെ ഒരുപാട് സമയം അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്വാളിറ്റിയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അത് കുറച്ച് അവരുടെ സർവീസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഉദ്ദേശം. ഇങ്ങനെയുള്ള പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ഇതിനുള്ള ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് അവർക്ക് ഇംപ്രൂവ്മെന്റുകൾ നടത്താനും സാധിക്കും. നോക്കിയേ, time taken for discharge. The discharge process is considered to have initiated when the consultant formally approves discharge and ends with the patient leaving the clinical unit. അല്ലെ, ഒരു ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത് is considered to have initiated. എപ്പോഴാണ് അത് ആരംഭിക്കുന്നത്? ആ ഒരു ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത് when the consultant, ആരാണോ ആ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ, അവരെന്ത് ചെയ്യുന്നു? ഫോർമലി അപ്രൂവ്സ് ഡിസ്ചാർജ് അല്ലെ. അവർ ഫോർമൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഡിസ്ചാർജ് അനുവദിച്ചു തരും അല്ലെ. ഡിസ്ചാർജ് ആയിക്കോളൂ, ഞാൻ എഴുതിയേക്കാന്ന് പറയും അല്ലെ ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോ. ആ ഒരു ഡിസ്ചാർജ് ആ കൺസൾട്ടന്റ് ഫോർമൽ ആയിട്ട് എപ്പോഴാണ് അപ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ അനുമതി നൽകുന്നത്, ആ സമയം മുതൽ. ഇപ്പൊ രാവിലെ ഒരു 10 മണിക്കാണ് റൗണ്ട്സിന് വന്നതെങ്കിൽ ആ ഒരു 10 മണിക്കായിരിക്കും അവർ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുന്നത്? ആ ഒരു അനുവാദം തരുന്നത്. ഇവര് ഡിസ്ചാർജ് ആക്കിക്കോളൂ എന്ന് പറഞ്ഞ നഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ പോവാറ്? അങ്ങനെയല്ലേ ഡോക്ടേഴ്സ് ചെയ്യാ? ഇന്ന് ഇവര് ഡിസ്ചാർജ് ആക്കിക്കോളൂ, ഞാൻ എഴുതിയിട്ടാന്ന് പറഞ്ഞിട്ട് പോകും അല്ലെ. അപ്പൊ ആ സമയം മുതൽ അവർ ആ ഒരു അനുവാദം തന്ന സമയം മുതൽ
എപ്പോഴാണോ ചിലപ്പോൾ വൈകിട്ടായിരിക്കും നമ്മൾ അവിടുന്ന് പോരുന്നത് അല്ലെ, ആ ഒരു ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് ആ പേഷ്യന്റ് ലീവ് ചെയ്യുന്ന സമയം വരെ അത് എത്ര സമയം എടുക്കുന്നുണ്ടോ അത്രയും സമയമാണ് അവിടുത്തെ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കൺസൾട്ടന്റ് ആയിട്ടുള്ള അവരുടെ മെയിൻ ഫിസിഷ്യൻ ഏത് ഡോക്ടറാണ് അവർ നോക്കുന്നത്, ആ ഡോക്ടറുടെ ആ ഒരു എന്താ ഫോർമൽ ആയിട്ടുള്ള ഒരു അനുമതി കിട്ടിയിട്ടുണ്ട്, ഡിസ്ചാർജിന് വേണ്ടി ഒരു അനുമതി കിട്ടിയാൽ ആ സമയം മുതൽ ആ പേഷ്യന്റ് അവിടെ കുറെ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ടല്ലേ, ബില്ല് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവസാനം ആ ഒരു പേഷ്യന്റ് ആ ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് ലീവ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. നോക്കി ഇനി അതിന്റെ ഫോർമുല എന്താണ്? ഫോർമുല സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, നമ്മുടെ ഡിസ്ചാർജിന് വേണ്ടി എടുത്ത സമയത്തിന്റെ ആകെ സം അല്ലെങ്കിൽ ആകെ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്ഡ്. അവിടെ എത്ര നമ്പർ ഓഫ് പേഷ്യൻസ് ആണ് ഡിസ്ചാർജ് ചെയ്തത്, എത്ര സമയമാണ് ഡിസ്ചാർജിന് വേണ്ടി എടുത്തത് അല്ലെ, അതാണ് അവിടെ പറയുന്നത്. നേരത്തെ ഫോർമുല പോലെ തന്നെയല്ലേ എവിടെയും കിടക്കുന്നത്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മൂന്നും കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാവുന്ന കാര്യമാണ് കേട്ടോ. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് വേണ്ടി എടുത്ത സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ്, ഡിസ്ചാർജ് ആയ പേഷ്യൻസിന്റെ ആകെ എണ്ണം. കിട്ടിയോ? 24 ക്ലിയർ ആണോ? ഓക്കെ. 25th നോക്കിയേ, percentage of medical records having incomplete or improper concern. എന്താണ് ഇവിടെ പറയുന്നത്? നോക്കിയേ, informed concern is a type of concern in which the healthcare provider has a duty to initiate his or her patient about the procedure, its potential risks and benefits, alternative procedure or treatment with their risks and benefits so as to make the patient able to take an informed decision of his or her health care. എന്താണ് അവിടെ പറയുന്നത്? എന്തായിരിക്കും? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സില് അതായത് ഒരു ഇംപ്രോപ്പർ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണ്, അതായത് പൂർണ്ണമല്ലാത്ത അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ഇൻഫർമേഷൻ അവർക്ക് എന്ത് ചെയ്യുന്നു കൊടുക്കാതെ വരുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ആണെങ്കിൽ അതിന്റെ പെർസെന്റേജ് ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് ചെന്നു, ആ പേഷ്യന്റ് ചെന്നാൽ ആ പേഷ്യന്റിന് പുതിയതായിട്ടൊരു ട്രീറ്റ്മെന്റ് ചെന്ന് അവരുടെ കണ്ടീഷൻസ് നോക്കി ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ അത് ആരുടെ അനുവാദത്തോടു കൂടി എടുക്കാൻ പറ്റുള്ളൂ? അത് ആരനുവദിക്കണം? ആ ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിൽ ആരനുവദിക്കേണ്ടത്? പേഷ്യന്റ് അനുവദിക്കണം അല്ലെ, ആ ഒരു പേഷ്യന്റിനെ ബാധിക്കുന്നതാണത്. അപ്പൊ എന്താണ് അവരുടെ അവകാശമാണത് അല്ലെ, അത് അറിഞ്ഞിരിക്കുക, അറിയേണ്ടത് അവരുടെ അവകാശമാണ്. അപ്പൊ അത് എന്ത് വേണം? ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഏത് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് എടുക്കാൻ പോകുന്നത്, ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളാണ് നടത്താൻ പോകുന്നത്. ഇനി ഒരു ട്രീറ്റ്മെന്റ് എടുത്താൽ അതിന് നല്ല വശമുണ്ട് ചീത്ത വശം ഉണ്ടാവും അല്ലെ, ചിലത് നല്ല നേട്ടമുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വഴി അവർക്ക് കിട്ടും. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു കൊടുക്കണം, ഇനി ഇതുവഴി ഈ ട്രീറ്റ്മെന്റ് എടുത്താൽ ഇന്ന സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ദോഷകരമായ എന്താ പല റിസ്കുകൾ അല്ലെങ്കിൽ അപകട സാധ്യതകളും വരാൻ ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞു കൊടുക്കണ്ടേ. അതുപോലെ തന്നെ ഇപ്പൊ ചിലപ്പോ ഒരു ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോ അത് അവരുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്തില്ല, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പകരം എന്ത് ചെയ്യണം? മറ്റൊരു പ്രൊസീജിയർ അല്ലെങ്കിൽ മറ്റൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അപ്പോഴും എന്ത് ചെയ്യണം? ആ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അപകട സാധ്യതകൾ ഉള്ളത്, ഇതെല്ലാം കൃത്യമായിട്ട് ആ പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കണം. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യണം? അവരോടത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരുടെ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ അല്ലെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഒരു പേഷ്യന്റിന് എന്താണ് അവർ ക്രിട്ടിക്കൽ ആയിട്ട് എടുക്കാണ്, അവർക്ക് ചിലപ്പോ അതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കണ്ടീഷൻ അല്ല എങ്കിൽ ആരോട് പറയണം? ആരോട് പറയണ്ടേ? ആ പേഷ്യന്റിനോട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ആരാണോ ബൈസ്റ്റാൻഡർ ആയി നിൽക്കുന്നത് അവരോട് പറയണം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു കൺസേൺ അല്ലെങ്കിൽ ഒരു സമ്മതം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് ശരിയായ രീതി. പക്ഷെ അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നില്ല? പൂർണ്ണമായ ഇൻഫർമേഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ വരുമ്പോൾ ചിലപ്പോ എന്ത് ചെയ്യാം? അവർക്ക് കൊടുക്കുന്ന ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു, അങ്ങനെ പൂർണ്ണമായിട്ടും അവർക്ക് അതിന്റെ ചിലപ്പോ ഇവരെന്ത് ചെയ്യും?
അവരുടെ ആ ഹോസ്പിറ്റലില് എന്താ അവരുടെ ആ ഒരു ഇത് നല്ല രീതിയിൽ ആ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ അതിന്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ റിസ്ക് ഒക്കെ എന്താന്നുള്ളതൊന്നും പറയില്ല. അതിന്റെ ബെനിഫിറ്റ് മാത്രം പറഞ്ഞു കൊടുക്കും. അപ്പൊ അതൊരു ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള രീതിയല്ലേ. അപ്പൊ അവിടെ എന്ത് പറ്റും, ആ പേഷ്യന്റ് ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയും ചിലപ്പോൾ അതുവഴി അവർക്ക് പല രീതിയിലുള്ള സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ പേഷ്യൻസ് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് വാങ്ങി ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോവാം, അല്ലെ പോവാം. അല്ലെങ്കിൽ എന്ത് പറ്റാം, ആ ഒരു ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് അതിന്റെ സൈഡ് എഫക്ട്സ് അറിയാണ്ടാണ് ചിലപ്പോൾ അവർ എടുത്തിരിക്കുക. അവരെന്ത് ചെയ്യാം, ചിലപ്പോൾ ചില പേഷ്യൻസ് മരണപ്പെടാം, അല്ലെ. ആ രണ്ട് കാര്യങ്ങളും ഇവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഇംപ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ എന്താ ഇൻകംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ, പൂർണ്ണമായ വിവരങ്ങള് അവരോട് എന്താണ് അവർക്ക് കൊടുക്കാതെ വരുന്ന ഒരു മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇൻഫോംഡ് കൺസേൺ, അല്ലെ. ഏത് തരത്തിലുള്ള ഒരു സമ്മതം അവരോട് ഫോർമലായിട്ട് അവരോട് എന്ത് ചെയ്യണം, വിവരങ്ങൾ കൃത്യമായി പറഞ്ഞ് അവരിൽ നിന്ന് സമ്മതം വാങ്ങണം, അല്ലെ. അതൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡറുടെ ഡ്യൂട്ടിയാണ്. ആ ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആണ് ആ ഡ്യൂട്ടി ചെയ്യേണ്ടത്. അവരാണ് ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അല്ലെ, അതിന്റെ അപകട സാധ്യതകള്, ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയുണ്ട്, ഇനി നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് പറ്റാതെ വന്നാൽ അതിന് പകരം എന്തൊക്കെ നടപടിക്രമങ്ങൾ എടുക്കാം, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ എടുക്കാം, ഇനി പുതിയ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നത് വഴി അവർക്ക് എന്തൊക്കെ അപകട സാധ്യതകൾ വരാം, എന്തൊക്കെ ബെനിഫിറ്റ്സ് അതിൽ നിന്ന് കിട്ടാം, അല്ലെ. ഒരുപാട് കാര്യങ്ങൾ അവരോട് എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവരോട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ നടത്തണം. ആസ് ടു മേക്ക് ദ പേഷ്യന്റ് ഏബിൾ ടു ടേക്ക് ആൻ ഇൻഫോർമഡ് ഡിസിഷൻ ഓഫ് ഹിസ് ഓർ ഹെർ ഹെൽത്ത് കെയർ. അവരുടെ ആരോഗ്യ പരിചരണത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ആ പേഷ്യൻസിനെ എടുക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതവിടെ ശരിയായ രീതിയിൽ പൂർണ്ണമായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തില്ല എങ്കിൽ പേഷ്യൻസ് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ അവിടെ ഡിസ്ചാർജ് ആയി പോവാം, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കൃത്യമായ വിവരം കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു ട്രീറ്റ്മെന്റ് അവരെടുക്കുകയും അതുവഴി പേഷ്യൻസ് മരണപ്പെടുകയും ചെയ്യാം. അപ്പൊ അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയ ഫോർമുല, നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഇംപ്രോപ്പർ കൺസേൺഡ്, അല്ലെ. അപ്പൊ അവിടെ പൂർണ്ണമായിട്ട് അവർ വിവരങ്ങൾ കൊടുക്കാതെ വരുന്ന ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസേൺസ് അല്ലെങ്കിൽ സമ്മതം വാങ്ങുന്ന മെഡിക്കൽ റെക്കോർഡ്സിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഇൻടു 100 ആണ്. എന്താണ് നമ്പർ ഓഫ് നമ്പർ ഓഫ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡെത്തുകൾ ഉണ്ടായി അതിന്റെ എണ്ണം ഇൻടു 100. എന്താണ് ഫോർമുല, നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്, അവിടെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസേൺസോട് കൂടിയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്, ഡിസ്ചാർജുകളുടെയും ഡെത്തുകളുടെയും ആകെ എണ്ണം ഇൻടു 100. കിട്ടിയോ? 25th ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. Then 26 നോക്കിയേ, സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്. എന്താണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്? എന്താണ് സ്റ്റോക്ക് ഔട്ട് ചെയ്യാന്ന് പറയുന്നത്? തീർന്നു പോവുക അല്ലെങ്കിൽ കഴിഞ്ഞു പോവുക നമ്മൾ പറയാ, അല്ലെ. സ്റ്റോക്ക് ഔട്ട് ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ മരുന്നുകൾക്കല്ലേ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെന്ന് പറയാറ്, അല്ലെ. അപ്പൊ ഇവിടെയും അത് തന്നെ സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്. എമർജൻസി മരുന്നുകളുണ്ട്, അല്ലെ, ഹോസ്പിറ്റലിൽ. ആ എമർജൻസി മരുന്നുകളുടെ സ്റ്റോക്ക് ഔട്ട് അല്ലെങ്കിൽ തീർന്നു പോകുന്നതിന്റെ റേറ്റ് എത്രത്തോളം ഉണ്ട് അതാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, എ സ്റ്റോക്ക് ഔട്ട് ഈസ് ആൻ ഇവന്റ് which happens when an item listed as an emergency medication by the organization is not available upon the requested requirement date in the organization. അതായത് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവർ കുറച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, അല്ലെ, ഒരു എമർജൻസി മെഡിസിൻസുമായി ബന്ധപ്പെട്ട്. ഏതൊക്കെയാണ് എമർജൻസി മെഡിസിൻസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ആ ഒരു സ്ഥാപനം ഇട്ടിട്ടുണ്ടാവും. ആ ഒരു ലിസ്റ്റില് ഏതെങ്കിലും ഒക്കെ ഈ ഒരു സ്ഥാപനത്തിന് ചിലപ്പോ ആവശ്യമായി വരുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. ആ ഒരു കണ്ടീഷനെയാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ആ ഒരു സ്ഥാപനം എന്ത് ചെയ്തിട്ടുണ്ടാവും, എമർജൻസി മെഡിക്കേഷൻ, എമർജൻസി മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടാവും.
ആ ഒരു ലിസ്റ്റ് പ്രകാരം ഇതെല്ലാം എമർജൻസി മരുന്നുകൾ എന്നാണ് അവർ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സ്ഥാപനത്തിന് ഏതെങ്കിലും ഒരു സമയത്ത് ആവശ്യമുള്ള സമയത്ത് ചിലപ്പോ ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് എന്ത് ചെയ്യില്ല, അവൈലബിൾ ആയിട്ട് കിട്ടില്ല. ആ ഒരു സിറ്റുവേഷനെയാണ് സ്റ്റോക്ക് ഔട്ട് ആവുക എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് സ്റ്റോക്ക് ഔട്ട് ആവുക? അതായത് ഒരു എമർജൻസി മെഡിസിൻ ചിലപ്പോൾ ഒരെണ്ണം ആവശ്യമായി വരുന്ന സമയത്ത് അവർക്ക് എന്തുണ്ടാവില്ല, അവിടെ നിലവിൽ അത് സ്റ്റോക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അത് അപ്പോ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷനെയാണ് പറയുന്നത് കേട്ടോ. നോക്കി എന്താണ് ഫോർമുല? നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഓഫ് എമർജൻസി ഡ്രഗ്സ് then divided by number of drugs listed as emergency drugs in hospital formulary into ചേർത്ത് എവിടെ into 100 ആണ് കേട്ടോ. into ഇട്ടോ, into ചേർക്കാട്ടോ. ഓക്കെ, നോക്കി ആ ഒരു ഫോർമുല നോക്കി. നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഓഫ് എമർജൻസി ഡ്രഗ്സ്, എത്ര എമർജൻസി ഡ്രഗുകളാണ് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത്. ഇപ്പൊ ഒരു 100 ലിസ്റ്റ്, 100 എമർജൻസി മെഡിസിൻസ് ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ ഒരു ലിസ്റ്റിൽ ചിലപ്പോ 5 എണ്ണമായിരിക്കും സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത്. അപ്പൊ അതായത് എവിടെ എഴുതണ്ടേ? ന്യൂമറേറ്ററിൽ എഴുതണം അല്ലെ. അപ്പൊ എത്ര എമർജൻസി ഡ്രഗ്സ് ആണോ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത് അതിന്റെ എണ്ണം divided by number of drugs listed as emergency drugs in hospital formulary. ഹോസ്പിറ്റൽ ഫോർമുലറിയിലെ എത്ര ഡ്രഗുകളാണോ എമർജൻസി ഡ്രഗ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ മൊത്തമാണ്. ഇവിടെ 100 എണ്ണമാണ് നമ്മൾ അങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഡിനോമിനേറ്ററിൽ വരണം. അതിൽ 5 എണ്ണമാണ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതെങ്കിൽ അത് ന്യൂമറേറ്ററിൽ കൊടുക്കണം. into 100 ചെയ്താൽ ആ റേറ്റ് കിട്ടും. കിട്ടിയോ? 26 ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. Then 27 നോക്കിയേ. നമ്പർ ഓഫ് വേരിയേഷൻസ് ഒന്നുകൂടി പറയണോ? ഓക്കെ, 26 കിട്ടാത്തവർ ശ്രദ്ധിക്കേണ്ട. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് ഇപ്പൊ എമർജൻസി മരുന്നുകള് അല്ലെ. ഒരു സ്ഥാപനം ഇപ്പൊ നമ്മൾ പറയാറില്ലേ, എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഒരുപാട് മരുന്നുകള്, കുറച്ച് മരുന്നുകൾ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ലിസ്റ്റ് ചെയ്ത് ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എമർജൻസി മരുന്നുകളാണ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയും, 100 എണ്ണമാണ് നമ്മളൊരു എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ 100 മരുന്നുകള് എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചിലപ്പോ ഒരു 5 എണ്ണം ചിലപ്പോ ആ ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ ആ ഒരു ഐറ്റം ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോ ആവശ്യമായിട്ട് വരുമ്പോ എന്തുണ്ടാവില്ല, അവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടില്ല. അതിനെയാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? സ്റ്റോക്ക് ഔട്ട് എന്താന്നുള്ളത് കിട്ടിയോ? സ്റ്റോക്ക് ഔട്ട് എന്താന്നുള്ളത്, ഏതാണോ ഒരു മരുന്ന് ആവശ്യമായി വരുന്നത് ചിലപ്പോ അത് അവർക്ക് എന്ത് ചെയ്യില്ല, ആ സമയത്ത് ചിലപ്പോ അവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ തീർന്നു പോയിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷനെയാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഓഫ് എമർജൻസി ഡ്രഗ്സ്, എത്ര എണ്ണമാണോ അവിടെ എത്ര എമർജൻസി ഡ്രഗുകളാണ് അവിടെ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത്. ഒരു 100 എണ്ണത്തിൽ ഒരു 5 എണ്ണമാണെങ്കിൽ ആ 5 എണ്ണമാണ് അവിടെ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നതിന്റെ നമ്പർ എന്ന് പറയുന്നത് അല്ലെ. Then divided by number of drugs listed as emergency drugs in hospital formulary. ആ ഹോസ്പിറ്റൽ ഫോർമുലറി നമ്മൾ പറഞ്ഞില്ല ഓൾറെഡി, ഒരു 100 എണ്ണമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു 100 എണ്ണമാണ് അവരുടെ ഹോസ്പിറ്റൽ ഫോർമുലയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ എമർജൻസി ഡ്രഗ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതിൽ 5 എണ്ണമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത്. into 100 ചെയ്താൽ ആ റേറ്റ് കിട്ടും. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ. 27th നോക്കി. നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. എന്താ? മോക്ക് ഡ്രിൽസ് നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളുടെ എണ്ണം. എന്താണ് മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ? അതെ, വെരി ഗുഡ്. എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ട്രയലുകൾ അല്ലെ, ഡെമോ പോലെ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും അനുകരണങ്ങള് എന്തിനു വേണ്ടിയാണെങ്കിലും ഒരു മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നത്. സ്കൂളുകളിൽ പഠിച്ചൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഏതെങ്കിലുമൊക്കെ മോക്ക് ഡ്രിൽസ് കണ്ടിട്ടുണ്ടോ നേരിട്ട്? കണ്ടിട്ടുണ്ടോ? ഏതാ കണ്ടിരിക്കുക? വെരി ഗുഡ്. CPR കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ. പിന്നെയോ വേറേതാണ്? വേറെ ഒന്നും കണ്ടിട്ടില്ല? ഫയർ മോക്ക് ഡ്രില്ല് കണ്ടിട്ടില്ലേ?
അതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ. ഫയർ മോക്ക് ഡ്രിൽ കണ്ടിട്ടില്ലേ? സ്കൂളുകളിലാണെങ്കിൽ ഇപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്ന് അവര് ചെയ്ത് കാണിച്ചു തരാറുണ്ട്. സ്കൂളുകളിലാണെങ്കിൽ അല്ലാതെ ആണെങ്കിലും അവര് മറ്റേ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള മോക്ക് ഡ്രിൽസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. കണ്ടിട്ടില്ലേ നിങ്ങള് ഫയർ മോക്ക് ഡ്രില്? അതായത് ഇപ്പൊ കൂടുതലും ഇങ്ങനെയാണ് ഈ ഗ്യാസ് സിലിണ്ടേഴ്സിൽ നിന്ന് വരുന്ന ആ ഒരു ഫയറുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് ഡ്രില്ലുകളൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? വീഡിയോസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മോക്ക് ഡ്രില്ലുകളിൽ എത്ര എണ്ണമാണ് വ്യത്യാസമുള്ളത്? അതെ, ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ, നമുക്കൊന്ന് തയ്യാറെടുപ്പ് തരാൻ വേണ്ടിയാണ് അല്ലെ. നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഒരു എമർജൻസി ഒരു പെട്ടെന്ന് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള ഒരു പരിശീലനമാണ് അവിടെ തരുന്നത് അല്ലെ. അതാണ് മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ. ശരിക്കും അവിടെ നമുക്കൊരു പരിശീലനം തരാണ്. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പേടിച്ച് മാറി നിൽക്കാൻ പാടില്ല. അതിന് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതിനൊരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പരിശീലനം നൽകുന്ന ആ ഒരു കാര്യമാണ് മോക്ക് ഡ്രില്ലുകൾ എന്ന് പറയുന്നത് കേട്ടോ. നോക്കിയേ, മോക്ക് ഡ്രിൽസ് ഈസ് എ സിമുലേഷൻ. ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തിനു വേണ്ടിയാ മോക്ക് ഡ്രില്ല് നടത്തുന്നത്? ഹോസ്പിറ്റലിൽ മോക്ക് ഡ്രില്ലിന് ആവശ്യമുണ്ടോ? ഉണ്ട്. ഒരു കോഡ് ബ്ലൂ പോലെയുള്ള കാര്യങ്ങൾ അല്ലെ. നമ്മുടെ എമർജൻസി മെഡിസിൻ അല്ലെ, മെഡിക്കൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് ഒരു ഫയർ വന്നാൽ എന്ത് ചെയ്യണം, ഒരു ഡിസാസ്റ്റർ വന്നാൽ, ഇതെല്ലാം ആ ഹോസ്പിറ്റലിൽ ബാധിക്കുന്ന കാര്യമില്ലേ. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കണ്ടാമിനേറ്റ് ഒരു പാൻഡമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഒരു പകർച്ചവ്യാധികൾ വരുമ്പോ അല്ലെ. കോവിഡ് സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? നിലവിൽ ഒരുപാട് പല ജില്ലകളിലായിട്ട് ഇങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ മോക്ക് ഡ്രില്ലുകളൊക്കെ നടത്തിയിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിപ്പ വന്ന സമയത്തും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇനി കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നോക്കണം കേട്ടാ. നോക്കിയേ, മോക്ക് ഡ്രിൽസ് ഈസ് എ സിമുലേഷൻ എക്സസൈസ്. എന്താണ് സിമുലേഷൻ എന്ന് പറഞ്ഞാൽ? അനുകരണമാണ് അല്ലെ. അതേ സെയിം സിറ്റുവേഷൻ നമ്മളിവിടെ അനുകരിച്ച് കാണിക്കുകയല്ലേ ചെയ്യുന്നത്. preparedness for any type of event, ഏതൊരു സംഭവത്തെയും കുറിച്ചുള്ള ഒരു അനുകരണം, അതിന് വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പരിശീലനം നൽകുന്നതിനെയാണ് മോക്ക് ഡ്രിൽസ് കൊടുക്കുക എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി ആൻ ഇവന്റ് ഓർ ഡിസാസ്റ്റർ. ഇതൊരു സംഭവമാവാം അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ, ഒരു ദുരന്തമാവാം അല്ലെ. ദിസ് ഇസ് ബേസിക്കലി എ ഡ്രൈ റൺ ഓർ പ്രിപ്പയർനെസ് ഡ്രിൽ. ഇതെന്താ ബേസിക്കലി ഒരു റിയൽ റൺ അല്ല, അതിന് മുൻപ് അല്ലെ, അതിന് മുൻപ് കാണിക്കുന്ന ഒരു റിഹേഴ്സൽ ആണ് അല്ലെ. ഡ്രൈ റൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിഹേഴ്സൽ പോലെ കാണിക്കുന്നതല്ലേ, ഒരു റിയൽ റൺ അല്ല. അത് ശരിയായ ഒരു കാര്യമല്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനൊരു റിഹേഴ്സൽ കൊടുക്കുകയാണ്. അത് എങ്ങനെ ചെയ്യാം, എങ്ങനെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം അല്ലെ. അങ്ങനെ ഒരു റിഹേഴ്സൽ കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രിപ്പയർനെസ് അല്ലെങ്കിൽ ഒരു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പരിശീലനം കൊടുക്കുന്നതിനെയാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. ഫയർ മോക്ക് ഡ്രില്ല് അല്ലെ, ഫയറുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലുകൾ നടത്താറുണ്ട്. ഡിസാസ്റ്റർ ഡ്രില്ല് അല്ലെ, എന്തെങ്കിലും ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് മോക്ക് ഡ്രിൽസ് നടത്താറുണ്ട്. കോഡ് ബ്ലൂ ഡ്രില്ല്, എന്തിനു വേണ്ടിയാ കോഡ് ബ്ലൂ ഡ്രില്ല് നടത്തുന്നത്? കോഡ് ബ്ലൂ പഠിച്ചിരുന്നോ? അതെ, കാർഡിയാക് അറസ്റ്റ്. അതുപോലെ ഒരു മെഡിക്കൽ എമർജൻസി അല്ലെ, കാർഡിയാക് അറസ്റ്റ്, റെസ്പിറേറ്ററി അല്ലെ, റെസ്പിറേറ്ററിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ കൂടുതലും കൊടുക്കുന്നേ? അതുമായി ബന്ധപ്പെട്ട് കൂടുതലും കണ്ടിരിക്കുന്ന മോക്ക് ഡ്രിൽ ഏതാ നിങ്ങള്? വെരി ഗുഡ്, CPR അല്ലെ. CPR കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർനെസ് ഡ്രില്ല് എന്താ? ഒരു ആഗോള തലത്തിൽ എന്തെങ്കിലും പകർച്ചവ്യാധികൾ, ഇപ്പൊ കോവിഡ്, നിപ്പ മുതലായ ഒരു ആഗോള തലത്തിലുള്ള അല്ലെ, കോവിഡ് ഒക്കെ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള മോക്ക് ഡ്രില്ലുകള് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള മോക്ക് ഡ്രില്ലുകളില് എന്തെങ്കിലും വ്യത്യാസങ്ങള്, വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ നമ്പർ എത്രത്തോളം ഉണ്ട് അല്ലെ. ശരിയായിട്ട് ഒരു CPR കൊടുക്കുന്നു, അപ്പൊ അതിലൊരു വ്യത്യാസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ CPR കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് ഒരു പരിശീലനം കൊടുക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ പരിശീലനം കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇവര് കാണിക്കുന്നതല്ലേ അവരനുകരിക്കുള്ളൂ അല്ലെ. ആ ചെയ്യുന്ന ട്രെയിനർ ആരാണോ, അവരെന്താണോ ചെയ്യുന്നത് അതല്ലേ കൃത്യമായിട്ട് അവർ പഠിക്കുള്ളൂ ബാക്കി സ്റ്റാഫുകള് അല്ലെ. അപ്പൊ ഈ കൊടുക്കുന്ന, അതായത് ഇപ്പൊ CPR ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ പരിശീലനം നൽകുന്ന ആ വ്യക്തി എന്തെങ്കിലും തെറ്റുകൾ അതിൽ വരുത്തിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയാൽ അത് തന്നെ ആരനുകരിക്കും? അവിടെ പരിശീലനം നേടുന്ന സ്റ്റാഫുകൾ അത് തന്നെ അനുകരിക്കില്ലേ? അല്ലെ. ഒരു CPR കൃത്യമായ പ്രോപ്പർ ബേസ് ഉണ്ട് അല്ലെ. അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയാല് അതുപോലെ തന്നെ അത് പരിശീലിപ്പിക്കുന്ന
ഉപയോഗിക്കുന്ന ആളുകളും അനുകരിക്കും അല്ലെ. അപ്പൊ അവിടെ ആ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്ന സർവീസിലും ക്വാളിറ്റിയിലും വ്യത്യാസം വരാം അല്ലെ. അപ്പൊ അവർക്ക് ചിലപ്പോ എന്താ നല്ലതിന് വേണ്ടി കൊടുക്കുന്നതായിരിക്കാം, പക്ഷെ അത് എന്താ ചെറിയ രീതിയിലുള്ള വ്യത്യാസം പോലും പലരുടെയും ജീവൻ അപകടം വന്നേക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോ 1-2 കേസൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട് അതിനെ പരിഹരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫോർമുല വെച്ച് ചെയ്യുന്നത്. നിങ്ങളുടെ അതിൽ ഫോർമുല ഉണ്ടോ? ഫോർമുല കൊടുത്തിട്ടില്ലല്ലോ അവിടെ. ആ താഴെയുള്ള സ്പേസിലൊന്ന് ഫോർമുല എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, ഇവിടുത്തെ നോട്ടിലില്ല കേട്ടോ. ഫുൾ ഫോർമുല ഉണ്ടോ? ഫോർമുല ഹാഫ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് മിസ് വായിക്കാം. ഇല്ലാത്തതാണെങ്കിൽ ഒന്ന് ബാക്കിയുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് അല്ല, എന്നാൽ പോലും ഇനി ഇൻ കേസ് എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് പഠിച്ച് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കണല്ലോ. നോക്കിയേ, ഫോർമുല എന്ന് പറഞ്ഞിട്ട് എന്താ ഫസ്റ്റ് ന്യൂമറേറ്ററിൽ കൊടുത്തിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ. അതല്ലേ കൊടുത്തിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ ഡിവൈഡഡ് ബൈ എഴുതാണ്ട ഡിവൈഡഡ് ബൈ total number of observation made divided by total number of observation made. Total number of observation made made into 100 into 100. കിട്ടിയോ എല്ലാവർക്കും? എന്തായിരുന്നു ഫോർമുല? ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ. ഒരു മോക്ക് ഡ്രില്ല് ഇപ്പൊ മോക്ക് ഡ്രില്ല് നടത്തുമ്പോൾ അതിൽ എത്ര എണ്ണം വേരിയേഷൻസ് വന്നു അല്ലെ, ആ വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വന്നതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ്. ഇപ്പൊ എല്ലാത്തിലും ഇങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല അല്ലെ. ഒരു 10 എണ്ണം ഉണ്ടാല് ആ ഒരു 10 എണ്ണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിനോമിനേറ്റർ. അതായത് ഒരു 10 മോക്ക് ഡ്രില്ലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതാണ് ഒബ്സർവേഷൻ മെയ്ഡ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, നമ്മൾ നിരീക്ഷണങ്ങൾ നടത്തിയവ എത്രത്തോളം ഉണ്ട് അതിന്റെ എണ്ണം. ഒരു 10 എണ്ണമാണ് നമ്മൾ കണ്ടിരിക്കുന്നതെങ്കിൽ അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ് എന്ന് പറയുന്നത്. അതിൽ എത്ര എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായി? ചിലപ്പോൾ ഒരെണ്ണത്തിലായിരിക്കും വ്യത്യാസം കണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് ന്യൂമറേറ്ററിലേക്ക് വരുന്നത്. എന്താ? ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ. മോക്ക് ഡ്രില്ലിൽ വന്ന ആ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങൾ എത്ര എണ്ണം ഉണ്ട് വ്യത്യാസം? ഒരെണ്ണത്തിലായിരിക്കും ചിലപ്പോൾ വ്യത്യാസം കണ്ടിരിക്കുക. അപ്പൊ ഒരെണ്ണത്തില് 10 എണ്ണത്തിൽ 1 എണ്ണം അല്ലെ ഇൻറ്റു 100 ചെയ്താൽ അതിന്റെ റേറ്റ് കിട്ടും. ക്ലിയർ ആണോ? 27 ക്ലിയർ ആണോ? ഓക്കെ, then 28 നോക്കിയേ. പേഷ്യന്റ് ഫോൾ റേറ്റ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്തോ. പേഷ്യന്റ് ഫോൾ റേറ്റ് that falls per 1000 patient days. എന്താണ് ഫോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ? ഫോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യന്റ് ഫോൾ. എന്താണ് പേഷ്യന്റ് ഫോൾ? നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പഠിച്ചപ്പോൾ പറഞ്ഞതല്ലേ. പേഷ്യന്റ് ഫോൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കൊഴിഞ്ഞു പോവുകയല്ല, വീഴുക. പേഷ്യൻസ് വീഴുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കിയേ, എ ഫോൾ ഈസ് ഡിഫൈൻഡ് ആസ് loss of upright position that result in landing on the floor, ground or an object or furniture, or a sudden uncontrolled and intentional non-purposeful downward displacement of the body to the floor or ground, or hitting another object like a chair or stair. നമ്മൾ പഠിച്ചില്ലായിരുന്നോ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയില് പേഷ്യൻസ് ട്രിപ്സ് ആൻഡ് ഫോൾസ് പഠിച്ചില്ലേ? പഠിച്ചില്ലേ? അതുപോലെ തന്നെ എന്താ ഇവിടെ പേഷ്യൻസ് എന്താ ഒരു ഫോൾ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? ലോസ് ഓഫ് അപ്രൈറ്റ് പൊസിഷൻ, അതായത് അവർക്ക് നേരെ നിൽക്കാനുള്ള അല്ലെ, അവർക്ക് നേരെ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് നേരെ നിൽക്കാൻ സാധിക്കാത്തത്? ഒരു അപ്രൈറ്റ് പൊസിഷൻ നഷ്ടപ്പെടുകയാണ് അവർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ്? ലാൻഡിങ് ഓൺ ദ ഫ്ലോറിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റുകളിൽ തട്ടി അല്ലെ, അല്ലെങ്കിൽ എന്താ ഏതെങ്കിലും ഫർണിച്ചറുകളിൽ തട്ടി പെട്ടെന്ന്, അതുപോലെ നിയന്ത്രിക്കാൻ പറ്റാതെ, അൺഇൻറ്റൻഷനൽ എന്ന് പറയുന്ന മനഃപൂർവ്വമല്ല, അത് അറിയാണ്ട് വീണ് പോകുന്നതാണ്. നോൺ പർപ്പസ്ഫുൾ, പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഒന്നും വീഴുന്നതല്ല. ഒരാൾ നടന്നു പോവുകയായിരിക്കും, ചിലപ്പോൾ അവരെന്ത് ചെയ്യുന്നു, താഴെ കിടക്കുന്ന ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഫ്ലോറിൽ കിടക്കുന്ന എന്തെങ്കിലും സാധനങ്ങളിൽ തട്ടിയാവാം, അല്ലെങ്കിൽ എന്താ അവിടെയുള്ള ഫർണിച്ചറിൽ തട്ടിയാവാം അല്ലെ, അല്ലെങ്കിൽ സ്റ്റെയറോ മുതലായ എന്തിലെങ്കിലും തട്ടി അവർ താഴേക്ക് വീഴുന്നതിനെയാണ് എ ഫോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
മനസ്സിലായോ? Then നോക്കി നെക്സ്റ്റ്, it is an event that ends in a person coming to rest unknowingly on the ground or floor or other lower level. അല്ലെ, ഇവിടെ എന്താണ് ഒരു ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ends in a person coming to rest unknowingly. അവരെന്താ ആ ഒരു ഗ്രൗണ്ടില്, ഇപ്പൊ അവര് അറിഞ്ഞുകൊണ്ടല്ലല്ലോ അവര് വീഴുന്നത്, അല്ലെ, unknowingly അവർ അറിയാതെ വീണ് പോകുന്നതാണ്. അവര് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫ്ലോറിൽ എന്തെങ്കിലും കിടപ്പുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചെയർ തട്ടിയാവാം, അല്ലെങ്കിൽ ഫർണിച്ചറിൽ തട്ടിയാവാം. അങ്ങനെ അവരറിയാതെ എന്ത് ചെയ്യുന്നു, താഴേക്ക് വീണ് പോകുന്നു. അപ്പൊ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഫ്ലോറിൽ അല്ലെങ്കിൽ ലോവർ ലെവലിലേക്ക് അവർ എത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് താഴേക്കല്ലേ പോവാ. ആ ഒരു ഇവന്റിനെയാണ്, ഒരു സംഭവത്തെയാണ് നമ്മൾ ഇതിനെ ഫോൾ എന്ന് പറയുന്നത് കേട്ടോ. നോക്കി അതിന്റെ ഫോർമുല, നമ്പർ ഓഫ് പേഷ്യൻസ് ഫോൾസ്, എത്ര നമ്പർ ഓഫ് പേഷ്യൻസ് ആണ് വീണത്, അല്ലെ, വീണ ആ പേഷ്യൻസിന്റെ എണ്ണം divided by total number of patient days into 1000. എന്താ അവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് എത്രയുണ്ട്, അതിൽ എത്ര ആളുകൾ വീണു, അല്ലെ, ഇൻറ്റു 1000 ചെയ്താല് അതിന്റെ റേറ്റ് കിട്ടും. പേഷ്യന്റ് ഫോൾ റേറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചാട്ടോ. 28ാമത്തത് കേട്ടോ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പേഷ്യന്റ് ഫോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ അത് അവിടെ പേഷ്യൻസ്, വരുന്ന പേഷ്യൻസിൽ എത്ര ആളുകൾ എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ അറിയാതെ അല്ലെങ്കിൽ ബോധപൂർവമല്ല, മനഃപൂർവ്വമല്ല, അത് അവരറിയാതെ എങ്ങനെ എന്തെങ്കിലും തട്ടി താഴേക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് എത്ര പേര്, അവിടെ വന്നിരിക്കുന്ന ടോട്ടൽ പേഷ്യൻസിൽ എത്ര പേര് ഇങ്ങനെ വീണിട്ടുണ്ട്, അവരുടെ എണ്ണം ഇൻറ്റു 1000 ചെയ്താൽ അവിടുത്തെ റേറ്റ് കിട്ടും. കിട്ടിയോ? 28 സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? ഓക്കെ ആണോ? ഓക്കെ. Then 29 നോക്കി, percentage of near misses. എന്താ നിയർ മിസ്സസ്? നമ്മൾ അതിന് പകരം വേറെ ഏത് പേരാ ഉപയോഗിക്കാറ്? നിയർ മിസ്സായി എന്നൊക്കെ പറയുന്നതിന് പകരം മിസ്റ്റേക്ക് ആണ്. ജസ്റ്റ് മിസ് എന്ന് പറയാറില്ലേ നമ്മള്, അല്ലെ, ജസ്റ്റ് മിസ്സായി എന്ന് പറയും, അല്ലെ. എന്തെങ്കിലും ഒരു എന്താ ഇപ്പൊ ഒരു അപകടം നടന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ്, നമ്മുടെ അടുത്തേക്കുള്ള ഒരു വണ്ടി പോവാണ്, ജസ്റ്റ് ഒരു ആക്സിഡന്റ് വരേണ്ടതായിരുന്നു, നമ്മൾ പറയും എന്താ ജസ്റ്റ് മിസ്സാണെന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മുകളിൽ നിന്ന് വീഴുന്നു, നമ്മൾ ചിലപ്പോൾ ആ ഒരു സെക്കൻഡിൽ ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ട് നീങ്ങുന്നത് വഴി നമ്മൾ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാറില്ലേ, ഇല്ലേ? അപ്പൊ നമ്മൾ പറയുമോ അതിൽ നിന്ന് ജസ്റ്റ് മിസ്സായി എന്ന് പറയാറില്ലേ? അത് തന്നെയാണ് ഇവിടുത്തെ പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്, അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ളത് ജസ്റ്റ് മിസ്സായി എന്ന് പറയും, അല്ലെ. അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിന്റെ റേറ്റ് ആണ് വിളിക്കുന്നത്. നിയർ മിസ് ഈസ് ആൻ അൺപ്ലാൻഡ് ഇവന്റ് and did not end in injury, illness or damage. അപ്പൊ അതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ ഒരു സംഭവത്തിൽ നമ്മൾ ഉൾപ്പെട്ടത് ഒരു അൺപ്ലാൻഡ് ആണ്, ആസൂത്രണം ചെയ്യാത്ത ഒരു സംഭവമാണ് കേട്ടോ. അത് നോർമൽ ആയിട്ട് എന്താ വരുന്ന ഒരു സംഭവമാണ്. അത് പ്ലാൻ ചെയ്ത് ആരും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ മുകളില് ഒരു എന്താ ഒരു ലൈറ്റ്, ആ ലൈറ്റിന് ചിലപ്പോ അറിയാണ്ട് അതിന്റെ എന്താ തുരുമ്പിച്ച് അത് ചിലപ്പോ വിട്ടുപോരുന്നതാവാം. ആ ഒരു സമയത്ത് നമ്മൾ അവിടെ അടിയിലുണ്ടായിരുന്നെങ്കിൽ എന്ത് പറ്റും? നമുക്ക് പരിക്ക് പറ്റില്ലേ? പരിക്ക് പറ്റും, അല്ലെ. അതേസമയം ജസ്റ്റ് ചിലപ്പോ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ നമ്മൾ അതിൽ നിന്ന് എന്തായി രക്ഷപ്പെട്ടു, അല്ലെ. ജസ്റ്റ് മിസ്സായി നമുക്ക് പറയാം, അല്ലെ. അതുപോലെ ഇവിടെ എന്താണ്, ഇതൊരു ആസൂത്രണം ചെയ്യാത്ത ഒരു സംഭവമാണ്. ആൻഡ് ഡിഡ് നോട്ട് എൻഡ് ഇൻ ഇഞ്ചുറി, അത് എന്തിൽ അവസാനിച്ചിട്ടില്ല, അവിടെ ഒരു ഇഞ്ചുറി ഉണ്ടാവാതെ, അല്ലെങ്കിൽ ഒരു ഇൽനെസ്, ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു ഡാമേജോ ഒന്നും ഉണ്ടാവാതെ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്തു, രക്ഷപ്പെട്ടു, അല്ലെ. എന്നാൽ പോലും but had the power to do so, പക്ഷെ അതിന് എന്തിന്റെ ശക്തിയുണ്ട്, ആ ഒരു അപകടം ഉണ്ടാവാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ലേ, അല്ലേ. നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ നമുക്ക് ആ അപകടം ഉണ്ടായേനെ. ജസ്റ്റ് മിസ്സായതാണ് നമ്മൾ അതിൽ നിന്ന്. നിലവിൽ അവർക്ക് എന്തുണ്ടായിട്ടില്ല, ഒരു ഇഞ്ചുറിയോ ഇൽനെസ്സോ അല്ലെങ്കിൽ ഒരു ഡാമേജോ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് എന്ത് ചെയ്യാൻ, എന്തിനുള്ള ഒരു ശക്തി അതിനുണ്ടായിരുന്നു, അങ്ങനെ ഒരു ഇഞ്ചുറി വരുത്താൻ, അല്ലെങ്കിൽ ഇൽനെസ് അല്ലെങ്കിൽ ഡാമേജ് വരുത്താനുള്ള ഒരു ശക്തി ആ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്നു. മനസ്സിലായോ? Then next നോക്കിയേ, errors that did not result in patient harm but could have can be classified as near misses. എന്താ ഇതില് പേഷ്യൻസിന് യാതൊരുവിധ ദോഷങ്ങളും അതുവഴി ഉണ്ടായിട്ടില്ല. കാരണം അവരത് മിസ്സായി, ജസ്റ്റ് മിസ് ചെയ്ത് വന്നിരിക്കുക, അവർ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് ഹാമായിട്ട് ദോഷകരമായ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ബട്ട് could have, പക്ഷെ അതിനുണ്ടാക്കാൻ കഴിവുണ്ടായിരുന്നു, അല്ലെ. കഴിവുണ്ടായിരുന്നു. അതിനെ നമ്മൾ എന്തിലോട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നിയർ മിസ്സസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. കിട്ടിയോ? എന്താണ് നിയർ മിസ്സസ് എന്നുള്ളത്? ക്ലിയർ ആണോ? നിയർ മിസ്സസ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ,
നോക്കിയേ ഇതിന്റെ ഫോർമുല എന്താണ്? നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്. എത്ര എണ്ണമാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നിയർ മിസ്സസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡന്റ് റിപ്പോർട്ടഡ് ഇൻറ്റു 100. അവിടെയും ഒരു ഇൻറ്റു ടു എടുത്തേ, ഇൻറ്റു 100. അവിടെ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ അല്ലെ, എത്ര സംഭവങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിന്റെ അതിന്റെ ആകെ എണ്ണം, അതിൽ എത്ര എണ്ണമാണ് നിയർ മിസ്സസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, എത്ര നമ്പർ നിയർ മിസ്സസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത കേസുകൾ എത്ര നമ്പർ ഉണ്ട്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡന്റ് റിപ്പോർട്ടഡ് അവിടെ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളുടെ എണ്ണം ഇൻറ്റു 100. കിട്ടിയോ 29th? കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ, നോക്കിയേ 30th നോക്കിയേ, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. എന്താ ആ ഒരു പേരിൽ നിന്ന് അറിയാലോ, നീഡിൽ സ്റ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള ഇഞ്ചുറീസിന്റെ സംഭവങ്ങൾ അല്ലെ, അങ്ങനെ സംഭവങ്ങൾ നടക്കാറുണ്ടോ? നീഡിൽ സ്റ്റിക്ക്, നീഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇഞ്ചുറീസ് വരാറില്ലേ? അത് തന്നെ, ആ ഒരു സംഭവം വളരെ ചുരുക്കമായിരിക്കും കേട്ടോ, ഒരുപാടൊന്നും ഉണ്ടാവണമെന്നില്ല. ആ ചുരുക്കമാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അതെ നീരൊക്കെ വരും അല്ലെ. അപ്പൊ അതെന്താ, അതൊരു പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടാവുന്ന കാര്യമല്ല അല്ലെ, അറിയാതെ വന്നു പോകുന്നതാണ്. അപ്പൊ അത് ഇത്രത്തോളം ഉണ്ട്, അതിന്റെ റേറ്റ് എങ്ങനെയായിട്ട് നോക്കിയിട്ട് അതൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ റേറ്റ് നോക്കുന്നത്. അതെ, നോക്കിയേ, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഈസ് എ perforating stab wound from a needle അല്ലെ, ഒരു നീഡിൽ കൊണ്ട് അല്ലെ, ഒരു നീഡിൽ കൊണ്ട് അവിടെ എന്താണ് ആ ഒരു നീഡിൽ ഉപയോഗിച്ച് ചിലപ്പോ എന്ത് ചെയ്യാം, അതൊരു അല്ലെങ്കിൽ നീഡിൽ ആവണമെന്നില്ല, അല്ലെങ്കിൽ എന്താ ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ആയാലോ അതുവഴി എന്തുണ്ടാവുന്നുണ്ട്, ഒരു മുറിവ് അല്ലെ, ഒരു സുഷിരം ഉണ്ടാവുന്നില്ലേ? അതാണ് പെർഫറേറ്റിംഗ് സ്റ്റാബ് വൗണ്ട് എന്നുള്ളത്. ഒരു സുഷിരമല്ലേ അവിടെ ഉണ്ടാവുന്നത് അല്ലെ, ഒരു പരന്ന രീതിയിലുള്ള ഒരു മുറിവല്ലല്ലോ ഉണ്ടാവുന്നത്, ഒരു സുഷിരമാണല്ലോ ഇവിടെ ഉണ്ടാവുന്നത് അല്ലെ, ഒരു ഹോള് പോലത്തെ അല്ലെ. അതാണ് ഒരു സുഷിരം മൂലം ഉണ്ടാവുന്ന ഒരു മുറിവിനെ, അങ്ങനെയുള്ള ഒരു മുറിവിനെയാണ് എന്തെന്ന് പറയുന്നത്, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. That may result in exposure to blood or other body fluids. അങ്ങനെ ഒരു ഇഞ്ചുറി വന്നാൽ അതിൽ നിന്ന് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് വരുമോ? വരും അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, that may result in exposure to blood or body fluids. ഓൾറെഡി നമുക്കറിയാം, ഒരു മുറിവ് വന്നാല് അവിടെ നിന്ന് ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് സ്വാഭാവികമായിട്ടും എക്സ്പോഷർ ആവും അല്ലെ, പുറത്തേക്ക് വരും. Then needle stick injuries are wounds caused by needles that accidentally puncture the skin അല്ലെ. അത് എന്താ ആക്സിഡന്റ് ആയിട്ടാണ്, എന്താണ് അപ്രതീക്ഷിതമായിട്ട് അല്ലെ, അല്ലെങ്കിൽ എന്താ അവരുടെ അബദ്ധത്തിൽ വരുന്ന അല്ലെങ്കിൽ അബദ്ധത്തിൽ എന്ത് ചെയ്യുന്നു, നീഡിൽസ് എന്ത് ചെയ്യാ അവരുടെ സ്കിന്നിലേക്ക് കയറുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു ഇഞ്ചുറിയാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫോർമുല എന്താ, എത്ര നമ്പർ ഇത് ഉണ്ടായിട്ടുണ്ട് അല്ലെ. നോക്കിയേ ഫോർമുല, നമ്പർ ഓഫ് പാരന്ററൽ എക്സ്പോഷർ. അങ്ങനെ തന്നെയാണ് കേട്ടോ, പാരന്ററൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാല് എനി ഇഞ്ചുറി കോസ്ഡ് ബൈ എനി ഷാർപ്പ് ഒബ്ജക്റ്റ്, ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എത്ര ഇഞ്ചുറീസ് ഉണ്ടായി, അതാണ് അവിടുത്തെ മീനിങ് കേട്ടോ. എഴുതണോ അത്? വേണ്ടല്ലോ, ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വായിക്കുമ്പോ അത് എന്താ ഫോർമുല വരുമ്പോ മിസ്റ്റേക്ക് ആണെന്ന് തോന്നരുത്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നമ്പർ ഓഫ് പാരന്ററൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാല് എന്താ, പാരന്ററൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാല് എനി ഇഞ്ചുറി കോസ്ഡ് ബൈ എനി ഷാർപ്പ് ഒബ്ജക്ട്, ഏതെങ്കിലും ഒരു ഷാർപ്പ് ഒബ്ജക്റ്റുകൾ വഴി ഉണ്ടാവുന്ന ഇഞ്ചുറിയെ വിളിക്കുന്ന, അല്ലെങ്കിൽ എന്താ ഒരു ഇഞ്ചുറിയെ വിളിക്കുന്ന പേരാണ് പാരന്ററൽ എക്സ്പോഷർ എന്ന് പറയുന്നത്. അത് എത്ര എണ്ണം ഉണ്ടായിരുന്നു? Then divided by number of inpatient days, എത്ര ഇൻപേഷ്യൻസ് ഉണ്ടായി, അവരിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഇഞ്ചുറീസ് ഉണ്ടായി, ഇൻറ്റു 1000. കിട്ടിയോ? 13th ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് രണ്ടെണ്ണം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. 31 and 32 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് രണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, 31 നോക്കിയേ, അപ്രോപ്രിയേറ്റ് ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച് to be done separately for doctors and nurses per patient per shift. എന്താ, ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുമ്പോ അവര് ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് കൊടുക്കാറില്ലേ? ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കാറില്ലേ? അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങള് അല്ലെ. അങ്ങനെ ശരിയായിട്ട് ചെയ്യുന്നതിന്റെ ഒരു റേറ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ, അപ്രോപ്രിയേറ്റ് ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിംഗ്
ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോ ഡോക്ടേഴ്സോ നഴ്സസോ ഒക്കെ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ മറ്റു ഡോക്ടറിന് കൊടുക്കും അല്ലെ, നഴ്സ് ആണെങ്കിൽ അടുത്ത ഷിഫ്റ്റിൽ വരുന്ന ഡ്യൂട്ടിക്ക് വരുന്ന ആ നഴ്സിന് കൊടുക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു ഷിഫ്റ്റ് ഡ്യൂട്ടി കൃത്യമായിട്ട് ഉചിതമായിട്ട് എത്ര എണ്ണം ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. നോക്കിയേ ഫോർമുല, ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി, വളരെ ഉചിതമായി എത്ര ഹാൻഡ് ഓവേഴ്സ് അവിടെ ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം, അതിൽ എത്ര എണ്ണം ശരിയായി അല്ലെങ്കിൽ ഉചിതമായി ഹാൻഡ് ഓവർ ചെയ്ത എത്ര എണ്ണം ഉണ്ട് ഇൻറ്റു 100 ആണ്. എന്താണ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി, വളരെ ഉചിതമായിട്ട് ഹാൻഡ് ഓവർ ചെയ്തതിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ്, ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം ഇൻറ്റു 100. കിട്ടിയോ 31? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, then ലാസ്റ്റ് വൺ ആണ് കേട്ടോ. നോക്കിയേ, കംപ്ലൈന്റ്സ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, എന്താണ് കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ പരാതിയല്ല കേട്ടോ, പാലിക്കുക അല്ലെ, പാലിക്കുക എന്നുള്ള മീനിങ് ആണ്. എന്താ കംപ്ലൈന്റ്സ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്, ക്യാപിറ്റൽ ലെറ്ററുകളിലുള്ള മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ചെയ്താറില്ലേ ഡോക്ടേഴ്സ്, മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ എങ്ങനെയാ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത്, അതാണ് ശരിക്കുമുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്യാപിറ്റൽ ലെറ്ററില് എത്ര പേര് അത് പാലിക്കുന്നുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ എഴുതി അത് കൃത്യമായ ഒരു പ്രൊസീജിയർ പാലിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. നോക്കിയേ ഫോർമുല, ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, എത്ര പ്രിസ്ക്രിപ്ഷൻസ് ആണ് ഇങ്ങനെ കൃത്യമായി ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ. ഒരുപാട് പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ടാവും അല്ലെ, അതിൽ എത്ര എണ്ണമാണ്, അതാണ് ഡിനോമിനേറ്റർ വരുന്നത്. ഒരുപാട് പ്രിസ്ക്രിപ്ഷൻസ് എഴുതിയിട്ടുണ്ടാവില്ലേ, അതിന്റെ ടോട്ടൽ നമ്പർ ആണ്, മൊത്തത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻസിന്റെ ടോട്ടൽ നമ്പർ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ന്യൂമറേറ്ററിൽ എന്തായിരിക്കും, ആ മൊത്തത്തിൽ എത്ര എണ്ണമാണ് ക്യാപിറ്റൽ ലെറ്ററുകളിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് അതിന്റെ എണ്ണം ഇൻറ്റു 100 ചെയ്താൽ അവിടെ കിട്ടും. മനസ്സിലായോ? 32 ക്ലിയർ ആണോ? അപ്പൊ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക എന്നുള്ളതാണ് ശരിയായ നടപടിക്രമം. പക്ഷെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ചിലപ്പോൾ എല്ലാ പ്രിസ്ക്രിപ്ഷൻസും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണമെന്നില്ല. അപ്പൊ മൊത്തത്തിൽ എത്ര പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ട് അതിൽ എത്ര എണ്ണം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട് ഇൻറ്റു 100 ചെയ്താൽ ആ റേറ്റ് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും ഫോർമുലാസും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു നോട്ട്സ് എടുത്ത് നോക്കി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് പറഞ്ഞിരിക്കുന്നത്. മിസ് എന്ന ഫസ്റ്റ് വണ്ണും തുടങ്ങിയൊന്ന് നോക്കാം. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി നോക്കിയേ. ഓക്കെ, ഏതൊക്കെയായിരുന്നു പറഞ്ഞേ? ഫസ്റ്റ് വൺ പറഞ്ഞിരുന്നു അല്ലെ, നെക്സ്റ്റ് പറഞ്ഞത് 4 ആണ്. പിന്നെ നെക്സ്റ്റ് പേജിലോ 7 പറഞ്ഞിരുന്നു, 9 പറഞ്ഞു, 10 പറഞ്ഞു അല്ലെ. പിന്നെ ഏതാ പറഞ്ഞേ? 14th പറഞ്ഞു, 16th പറഞ്ഞു അല്ലെ. 14th പറഞ്ഞു, 16th പറഞ്ഞു. നെക്സ്റ്റ് ഏതാണ്? 17th പറഞ്ഞു, 19th പറഞ്ഞു, 21, 23. നെക്സ്റ്റ് ഏതാ പറഞ്ഞേ? 24. അത് കഴിഞ്ഞോ? നെക്സ്റ്റ് പേജിൽ എന്താ പറഞ്ഞത്? 28, 31, 28 പറഞ്ഞില്ലേ? 31, 32. 28 കൂടി ഉണ്ട് കേട്ടോ. പേഷ്യന്റ് ഫോൾ റേറ്റ് അതും കൂടി ഉണ്ട്. ഓക്കെ അല്ലേ? കിട്ടാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ മിസ് എടുക്കാൻ പോകുന്നത് ഓവർവ്യൂ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓവർവ്യൂ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും
47 ആണോ നമ്പർ? ഓക്കെ 47. അപ്പൊ നോട്ട് കൊണ്ടുവരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഈ ഒരു 32 എണ്ണം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഫോർമുലാസ് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഫോർമുല അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചേക്കാം. ചോദിക്കാറുണ്ട് ഓപ്ഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം പഠിച്ചിട്ടില്ലെങ്കിൽ കൺഫ്യൂഷൻ വരും കേട്ടോ. ഡൗട്ട് വരും, ഉറപ്പുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിനിടയിലായിരിക്കും ഈ ഒരു ഫോർമുല മാത്രം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഓർമ്മയുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസിനിടയിൽ ഇങ്ങനെ ഫോർമുല കാണുമ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ ഈ ശ്രദ്ധ പോകുമ്പോൾ ഈ ഒരു ഫോർമുല കൃത്യമായിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ അത് മറന്നു പോകും. അപ്പൊ അതുകൊണ്ടാണ് ആ ഫോർമുലാസ് കുറച്ച് എണ്ണമായിട്ട് ചുരുക്കി തന്നിട്ടുണ്ട്. അത്രയെങ്കിലും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാം. 1-2 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കട്ടെ. 1-2 എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. കംപ്ലൈൻസ് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചാപ്റ്റർ ആണ് മിസ് പറഞ്ഞ 47. കരുണിയുടെ നമ്പർ പറഞ്ഞിരുന്നു 47 ആണ് കേട്ടോ. ഓവർവ്യൂ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് 15 പ്ലസ് പ്രീമിയം ഇൻഫെക്ഷൻ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? 15 പറഞ്ഞില്ലായിരുന്നോ? 15 പറയണോ? 15 പറഞ്ഞില്ലായിരുന്നോ? ഇമ്പോർട്ടന്റ് ആണോന്നാ ചോദിക്കണേ. ഇമ്പോർട്ടൻസ് ആണോ? ഇമ്പോർട്ടൻസിന്റെ 15th മിസ് പറഞ്ഞില്ലല്ലോ. 14th 15th അല്ലേ പറഞ്ഞേ? അതെ മാം. 14th 16th അല്ലേ പറഞ്ഞേ? അതെ 14th 16th ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ പറഞ്ഞ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണോ? അതെ അഡ്മിനിസ്ട്രേഷൻ. അതെ അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ചെയ്തോട്ടെ. താങ്ക് യു താങ്ക് യു മാം. Thank you, ma'am.